അടുത്ത ചാപ്റ്ററാണ് ദ റോബറി. റോബറി എന്ന് പറഞ്ഞാൽ കൊള്ള എന്നർത്ഥം. സാധാരണ ഇമോഷനല്ല, സംതിങ് ബിഗർ. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, എ വിസിറ്റർ അറൈവ്ഡ് ഇൻ ലണ്ടൻ ഫ്രം ഒലിവേഴ്സ് ഹോം. എ വിസിറ്റർ അറൈവ്ഡ് ഇൻ ലണ്ടൻ, ഒരു വിസിറ്റർ, ഒരു സന്ദർശകൻ വന്നു. അറൈവ്ഡ് ഇൻ ലണ്ടൻ, ലണ്ടനിൽ വന്നു. ഫ്രം ഒലിവേഴ്സ് ഹോം ടൗൺ, ഒലിവറിൻ്റെ ഹോം ടൗൺ. അത് ഹോം ടൗൺ എന്ന് പറഞ്ഞാൽ ഒലിവർ എവിടെ ജനിച്ചത് അവിടെ നിന്ന് ഒരു വിസിറ്റർ ടൗണിൽ വന്നു. ഹി വാസ് എ ലാർജ് ഫാറ്റ് മാൻ, അയാളൊരു വലിയ തടിച്ച മനുഷ്യനാണ്. ആൻഡ് വെരി പ്രൗഡ് ഓഫ് ഹിസ് ഹാറ്റ്, അയാൾക്ക് തൊപ്പിയിൽ ഭയങ്കര അഭിമാനം. വിച്ച് ഷോഡ് ദ വേൾഡ് ദാറ്റ് ഹി വാസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ. അതായത് ആ തൊപ്പി എന്ന് പറഞ്ഞാൽ അയാൾ ലോകത്തിന്, അത് കുറച്ച് പോലീസുകാരനെ പോലത്തെ തൊപ്പിയാണ്. വിച്ച് ഷോഡ് ദ വേൾഡ്, അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ദാറ്റ് ഹി വാസ് എൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ, അവൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യലാണ് എന്നുള്ളത് അവൻ്റെ തൊപ്പിമേലാണ്. അതുകൊണ്ട് പുള്ളിക്ക് ആ തൊപ്പി ഭയങ്കര അഭിമാനം. ഇറ്റ് വാസ് ഇൻ ഫാക്ട്, അത് യഥാർത്ഥത്തിൽ ആരായിരുന്നു? മിസ്റ്റർ ബംബിൾ ദ ബീഡിൽ, ഒലിവേഴ്സ് ഓൾഡ് എനിമി. ബീഡിലുണ്ടല്ലോ, ഒലിവറിൻ്റെ പഴയ സ്ഥലത്തുള്ള, ഒലിവറുടെ പഴയ ആ ശത്രുവായിരുന്നത്. മിസ്റ്റർ ബംബിൾ ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് ബിസിനസ് ഇൻ ദ സിറ്റി. അവൻ എന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അയാൾ അത് തീർത്തു. ഈ മിസ്റ്റർ ബംബിൾ ഹാഡ് കംപ്ലീറ്റഡ്, ബംബിൾ തീർത്തു ഹിസ് ബിസിനസ്, അയാളുടെ വന്ന ജോലി ഇൻ ദ സിറ്റിയിൽ. ആൻഡ് ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ്, ഇപ്പോൾ ജസ്റ്റ് തീർത്തതേ ഉള്ളൂ. എന്താ, എ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി, വളരെയധികം സംതൃപ്തകരമായ സാറ്റിസ്ഫാക്ടറി മീൽ, ഒരു ഭക്ഷണം ഇൻ എ പബ്ബിൽ, ഒരു ഹോട്ടൽ പോലത്തെ സംഭവം. ഹി പുൾഡ് അപ്പ് ഹിസ് ചെയർ ടു ദ ഫയർ, അയാൾ ചെയർ വലിച്ചെടുത്തിട്ട് ടു ദ ഫയറിൻ്റെ അടുത്തേക്ക്, കുറച്ച് തീ കായാൻ വേണ്ടിയിട്ട്. ടു എൻജോയ് ഹിസ് ഹോട്ട് ജിൻ, കാരണം അയാളുടെ കയ്യിൽ ജിന്നുണ്ട്, ചൂടേറിയ ജിന്നുണ്ട്, ഹോട്ട് ജിൻ. ആൻഡ് വാട്ടർ, വിത്ത് വെള്ളത്തോട് കൂടി, ഇൻ കംഫർട്ട്. അപ്പോൾ ഒന്ന് സുഖമായിട്ട് ഒന്ന് പൂസാവാന്ന് വിചാരിച്ചു കയ്യിൽ ജിന്ന് എടുത്തിട്ട് തീ കൂട്ടിയ സ്ഥലത്തേക്ക് ഇങ്ങനെ അയാൾ ചെയർ വലിച്ചു, അവിടെ ഇരുന്നു. ആൻഡ് ഓപ്പൺഡ് ദ ന്യൂസ് പേപ്പർ ഇങ്ങനെ വായിച്ചു, ഇങ്ങനെ തുറന്നു. ദ ഫസ്റ്റ് തിങ് ഹി സോ വാസ് ദിസ് നോട്ടീസ്. തുറന്നപ്പോൾ തന്നെ കണ്ടത് ഈ നോട്ടീസായിരുന്നു, ഒരു നോട്ടീസായിരുന്നു. എ റിവാർഡ് ഓഫ് £5 ഈസ് ഒഫേർഡ് ഫോർ എനി ഇൻഫർമേഷൻ. എ റിവാർഡ്, ഒരു പാരിതോഷികം, ഓഫ് £5, £5 പാരിതോഷികം, ഇഫ് ഒഫേർഡ് ഫോർ എനി ഇൻഫർമേഷൻ, എന്തെങ്കിലും അറിവ് തരികയാണെങ്കിൽ, ലീഡിങ് ടു എ ഡിസ്കവറി ഓഫ് എ യങ് ബോയ്, ഒരു പയ്യനെ കണ്ടെത്തുന്നതിലേക്കുള്ള. ഒലിവർ ട്വിസ്റ്റ്, അതിൻ്റെ പേര് ഒലിവർ ട്വിസ്റ്റാണ്. ഹു വാസ് കിഡ്നാപ്ഡ് ഫ്രം ഹിസ് ഹോം, അവനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഫ്രം ഹിസ് ഹോം, അവൻ്റെ വീട്ടിൽ നിന്ന്. ഇൻ പെൻറ്റൺവില്ലെ, അവൻ്റെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ലാസ്റ്റ് തേഴ്സ്ഡേ ഈവനിങ്, കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം. ഐ എം ഓൾസോ വെരി ഇൻട്രസ്റ്റഡ് ഇൻ എനി ഇൻഫർമേഷൻ അബൌട്ട് ഹിസ് പാസ്റ്റ്. ഐ എം ഓൾസോ വെരി ഇൻട്രസ്റ്റഡ്, ഞാൻ വളരെയധികം താല്പര്യപ്പെടുന്നു. എനി ഇൻഫർമേഷൻ, എന്തെങ്കിലും അറിവ്, അവൻ്റെ പാസ്റ്റ്, ഭൂതകാലത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവ് നൽകുന്നവർക്ക് അതിനും താല്പര്യമുണ്ട്. അപ്പോൾ മിസ്റ്റർ ബ്രൗൺലോ ഒലിവറിനെ കാണാതായപ്പോൾ ഒലിവറിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പരസ്യം കൊടുത്തിരിക്കുകയാണ്. ആ പരസ്യം കണ്ടതാരാ? ബംബിൾ. അപ്പോൾ ബംബിൾ സ്വാഭാവികമായിട്ടും ഒലിവറിനെ കുറിച്ച് അറിയാം, ഒലിവറിൻ്റെ പാസ്റ്റ് അറിയാം. ദർ വാസ് ദെൻ എ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഒലിവേഴ്സ് ക്ലോത്ത്സ്. അപ്പോൾ അതിൻ്റെ താഴെ ഒലിവറിൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള വിശദീകരണമുണ്ട്. ആൻഡ് അപ്പിയറൻസ്, എങ്ങനെയാണ് അവന് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ കുറിച്ചും. ആൻഡ് മിസ്റ്റർ ബ്രൗൺലോസ് ഫുൾ അഡ്രസ്സ്, മാത്രമല്ല മിസ്റ്റർ ബ്രൗൺലോ അയാളുടെ ഫുൾ അഡ്രസ്സും ഉണ്ട്. മിസ്റ്റർ ബംബിൾ റബ്ഡ് ഹിസ് ഐസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് കണ്ണിങ്ങനെ തുടച്ചു. റീഡ് ദ നോട്ടീസ് അഗൈൻ, ഒന്നുകൂടെ വായിച്ചു, നോട്ടീസ് ഒന്നുകൂടെ വായിച്ചു. ആൻഡ് വാസ് അറ്റ് ദ അഡ്രസ് ഇൻ ലെസ് ദാൻ 10 minutes, 10 മിനിറ്റിനുള്ളിൽ ആ പറഞ്ഞ അഡ്രസ്സുള്ള സ്ഥലത്തെത്തി. ഹി വാസ് ഷോൺ ഇൻ ടു ബ്രോൺസ് സ്റ്റഡി. ബ്രോൺസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ബ്രോണിൻ്റെ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെ അയാൾ പ്രത്യക്ഷപ്പെട്ടു. ഷോൺ ഇൻ ടു മിസ്റ്റർ ബ്രോൺ സ്റ്റഡി വേർ ദ ഓൾഡ് ജെന്റിൽമാൻ ആൻഡ് ഹിസ് ഫ്രണ്ട് മിസ്റ്റർ ഗ്രിംവിക് വേർ സിറ്റിംഗ്. അവിടെ അയാളും ആൻഡ് ഹിസ് ഫ്രണ്ട് മിസ്റ്റർ ഗ്രിംവിക്കും അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡു യു നോ വേർ ദ പുവർ ബോയ് ഈസ് നൗ? മിസ്റ്റർ ബ്രൗൺലോ ആസ്ക്ഡ്.
അപ്പോൾ ചോദിച്ചു, ഡു യു നോ, നിനക്കറിയുമോ, വേർ ദ പുവർ ബോയ് ഈസ് നൗ, ആ പാവം കുട്ടി എവിടെയാണ് ഇപ്പോൾ നിങ്ങൾക്കറിയോ? മിസ്റ്റർ ബ്രൗൺലോ ചോദിച്ചു. വെൻ ദ ബീഡിൽ ഹാഡ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഹിസ് വിസിറ്റ്. ബീഡിൽ വിശദീകരിച്ചിരുന്നു എന്തിനാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിച്ചതാണ്. മിസ്റ്റർ ബംബിൾ ഷുക്ക് ഹിസ് ഹെഡ്, ഇങ്ങനെ തലങ്ങനെ കുലുക്കി, അതായത് അറിയില്ല എന്നുള്ള ഭാഗത്തിൽ. ഡു യു നോ എനിത്തിങ് ഗുഡ് അബൌട്ട് ഹിം, നിനക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും അറിയോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ആസ്ക്ഡ് മിസ്റ്റർ ഗ്രീംവിഗ് ചോദിച്ചു. ലുക്കിംഗ് ക്ലോസ്ലി അറ്റ് മിസ്റ്റർ ബംബിൾസ് ഫേസ്, ലുക്കിംഗ് ക്ലോസ്ലി വളരെ അടുത്തിങ്ങനെ നോക്കിക്കൊണ്ട് മിസ്റ്റർ ബംബിൾസ് ഫേസ്, ബംബിളിൻ്റെ ഫേസ് അടുത്തിങ്ങനെ നോക്കിക്കൊണ്ട്. മിസ്റ്റർ ബംബിൾ ഷുക്ക് ഹിസ് ഹെഡ് അഗെയിൻ വെരി സീരിയസ്ലി. മിസ്റ്റർ ബംബിൾ പിന്നെയും തലകുലുക്കി വെരി സീരിയസ്ലി. അപ്പോൾ ഇവൻ ചോദിച്ച ചോദ്യം, ഡു യു നോ എനി ഗുഡ്, ഇതിനെപ്പറ്റി നല്ലതായിട്ട് എന്തെങ്കിലും നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഈ ബംബിളിന് പിന്നെ ഇവനെപ്പറ്റി കുറ്റങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എന്നുള്ളത്. ആൻഡ് ടേൺ ഡൗൺ ദ കോർണേഴ്സ് ഓഫ് ഹിസ് മൗത്ത്, ആൻഡ് ടേൺ ഡൗൺ ദ കോർണേഴ്സ്, ഈ അതായത് ചുണ്ടിൻ്റെ രണ്ട് കോർണർ ഇങ്ങനെ താഴേക്കാക്കിക്കൊണ്ട് ഇങ്ങനെ അമർത്തിക്കൊണ്ട് അല്ലേ, കോർണേഴ്സ് ഹിസ് മൗത്ത്. ദെൻ ടെൽ അസ് എവറിത്തിങ് യു നോ അബൌട്ട് ഹിം, സെഡ് മിസ്റ്റർ ബ്രൗൺലോ. അറിയില്ല എന്നുണ്ടെങ്കിലും ഒക്കെ, നല്ലത് അറിയില്ല എന്നുണ്ടെങ്കിൽ ദെൻ ടെൽ അസ് എവറിത്തിങ്, എല്ലാം പറയാം. യു നോ അബൌട്ട് ഹിം, അതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാം പറയുക. സെഡ് മിസ്റ്റർ ബ്രൗൺലോ ഇംപേഷ്യൻ്റ്ലി, അക്ഷമനായിക്കൊണ്ട് മിസ്റ്റർ ബ്രൗൺലോ പറഞ്ഞു. മിസ്റ്റർ ബംബിൾ പുട്ട് ഡൗൺ ഹിസ് ഹാറ്റ്, മിസ്റ്റർ ബംബിൾ അയാളുടെ തൊപ്പി എടുത്തു വെച്ചു. അൺബട്ടൻഡ് ഹിസ് കോട്ട്, അയാളുടെ കോട്ടൊക്കെ ഒന്ന് അഴിച്ചു. ഫോൾഡഡ് ഹിസ് ഹാംസ്, കൈയൊക്കെ ഒന്ന് ചുരുട്ടി വെച്ചു. ആൻഡ് സാറ്റ് ബാക്ക് ഇൻ ഹിസ് ചെയർ, ഇങ്ങനെ അയാൾ ഇരിക്കുന്ന കസേരയിൽ ഇങ്ങനെ പുറകോട്ടിരുന്നു. ഹി സ്പോക്ക് ഇൻ ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഒഫീഷ്യൽ വോയിസ്, ഹി സ്പോക്ക്, അത് സംസാരിച്ചു. ഇൻ ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വളരെയധികം പ്രാധാന്യമുള്ള ആൻഡ് ഒഫീഷ്യൽ വോയിസ്, ആ ഒഫീഷ്യൽ വോയിസിൽ, ശബ്ദത്തിൽ, ഒഫീഷ്യലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ സംസാരിക്കുന്ന പോലെ. ആൻഡ് ടോക്ഡ് ഫോർ 20 minutes, അയാൾ ഏതാണ്ട് 20 മിനിറ്റോളം സംസാരിച്ചു. ഹിസ് ലിസണേഴ്സ് ഹേർഡ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ഒലിവേഴ്സ് ഇല്ലെജിറ്റിമേറ്റ് ബർത്ത്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത, ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ ഇലക്ഷൻ ടൈം അല്ലേ, ദാറ്റ്സ് വൈ. So we'll continue next episode. Okay, thank you, bye.